സലീമേ, നീ ഒരു സുലൈമാനടി. നിന്റെ ഏട്ടൻ അന്നൂരോട് വരുമ്പോ ഒടിമീശയുള്ള ഇത്രയും പോകുന്നൊരു പയ്യനായിരുന്നു. അവനെടുക്കാത്ത ജോലിയൊന്നുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. പെങ്ങന്മാരെ കെട്ടിക്കാനും നിന്നെ പഠിപ്പിക്കാനുമായി. എല്ലാം സന്തോഷത്തോടെ ചെയ്യുന്ന അവനെ നീയായിട്ട് സങ്കടപ്പെടുത്തരുത്. ഞാനെന്ത് സങ്കടപ്പെടുത്തിന്നാ ചന്ദ്രേട്ടൻ പറയുന്നേ? നീ സങ്കടപ്പെടുത്തിന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അവന്റെ അവസ്ഥ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്നാലും ജോലി കളയണ്ടായിരുന്നു. ആ പൊട്ടപ്പണിയൊക്കെ ഇക്കേ പോലുള്ളവർക്കാ. ബികോംകാരനായ എനിക്ക് ചേർന്നല്ല. ശരിയാ, ബികോംകാർക്കൊക്കെ ഇവിടെ ഇപ്പൊ നല്ല ഡിമാൻഡാ. നല്ല ശമ്പളവും കിട്ടും. പക്ഷെ അല്പം വെയിറ്റ് ചെയ്യണം. ചിലപ്പോ 1-2 വിസയൊക്കെ റിന്യൂ ചെയ്യേണ്ടി വരും. അതൊക്കെ നിന്റെ ഇക്ക മാനേജ് ചെയ്തോളൂ. എന്നാലെന്താ, കിട്ടിയ ഒരു നല്ല ജോലി പോയാ നിന്റെ ഇക്കാന്റെ കുറെ കാശ്. അല്ലാതെന്താ? ചന്ദ്രേട്ടൻ എന്നെ മനസ്സിലായല്ലോ. പക്ഷെ ഇക്കയ്ക്ക് എന്നെ മനസ്സിലാവുന്നില്ല. എപ്പോഴും ജോലി ജോലി എന്ന ഒറ്റ വർത്തമാനം മാത്രമേ ഉള്ളൂ. വിട്ടേക്ക് സലീമേ, അത്രയല്ലേ വിദ്യാഭ്യാസമുള്ളൂ. വീട്ടിലുള്ളവരുടെ പട്ടിണി മാറ്റാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ലേ അവനറിയൂ. കഴുതയല്ലേ, മര കഴുത. ചന്ദ്രേട്ട പറഞ്ഞ ശരിയാ. ചന്ദ്രേട്ട ഏത് കോളേജിലാ പഠിച്ചത്? ഞാൻ പഴയ 7ാം ക്ലാസ് ആടൂ. ചന്ദ്രേട്ട ഇക്ക എപ്പോഴാ വരിക? അങ്ങനെ കൃത്യസമയൊന്നുമില്ല. ചിലപ്പോ 12 മണിയൊക്കെ കഴിയും. അയ്യോ, ഇനി ഞാനെന്താ ചെയ്യാ? എന്താടോ പ്രശ്നം? അത് ചന്ദ്രേട്ടനോട് എങ്ങനെ പറയാ? പറഞ്ഞാലല്ലേ അറിയൂ. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അത് പിന്നെ മടിക്കാതെ പറയടോ. 2-3 തവണ ചോദിച്ചു. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. വിളിച്ചപ്പോ ഇക്ക പറഞ്ഞു, നീ മുറിയിൽ നിൽക്ക്, ഞാൻ വേഗം വരാമെന്ന്. എന്നിട്ട് ഇതുവരെയും കണ്ടില്ല. ഇന്ന് വാടക കൊടുത്തില്ലേല് അവരുടെ മുമ്പിൽ ഞാൻ വഷളാവും. ചന്ദ്രേട്ടാ ഒരു 500 മണീസ് വേണമായിരുന്നു. ദാ ഇക്കയെ ഫോൺ ചെയ്ത് ചോദിക്ക്, എന്നിട്ട് തന്നാ മതി. സമയം കുറച്ച് വൈകി. ഇപ്പൊ പോയാ ബസ് കിട്ടുമായിരുന്നു. ഇല്ലെങ്കിൽ ചന്ദ്രേട്ടാ, നീ ചോദിച്ചത്രയും കാണുമോന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. ഇക്കയോട് ചോദിച്ചിട്ട് തന്നാ മതി. നീ എന്നെ അങ്ങനെ തന്നെയാക്കല്ലേ. നോക്കട്ടെ, ഞാൻ ഉള്ളത് തരാം. ഇന്ന് 1-ാം തീയതിയാണല്ലേ? അതെ. അതെന്താ കാതൃക? അൻവർ കടം വീട്ടണ ദിവസം 1-ാം തീയതിയല്ലേ? അറിയില്ലേ? അത് ശരിയാ. അസീസേ, എനിക്ക് ബാത്റൂമിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എളുപ്പം തീർക്ക്. എന്നിട്ട് വേണം എനിക്കൊന്ന് മേലേക്കാൻ. കടയം പൂട്ടി ആ സുലൈമാനും സംഘവും വന്നാ സുബൈ വരെ പിന്നെ ബാത്റൂം ഒഴിവാവൂല. അത് നേരാ. സുലൈമാനല്ലേ ആള്? അൻവറേ, സലീം വന്നിരുന്നു. എപ്പോ? അത് ശരി. നീ വരാൻ പറഞ്ഞിട്ട് ആ പാവം മണിക്കൂറോളം നിന്നെ കാത്തിരുന്നു. ഞാൻ വരാൻ പറഞ്ഞിട്ടോ? എന്താ ചന്ദ്രേട്ടാ ഈ പറയണേ? അതേടോ, നീ വാടകയുടെ 500 തരം കൊടുക്കാന്ന് പറഞ്ഞതില്ലേ? ഭാഗ്യത്തിന് എന്റെ അടുത്തുണ്ടായിരുന്ന ഞാൻ എടുത്തു കൊടുത്തു. അവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താന്ന് പറയാ? ഒരാഴ്ച മുമ്പ് കാലർക്കേട് 500 കടം വാങ്ങിയിട്ടാ വാടകയുടെ കാശ് അവനെ ഞാൻ കൊടുത്തത്. അൻവറേ, നിന്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റി തുടങ്ങിയല്ലേ? കണക്കൊക്കെ അങ്ങനെ. ഒന്ന് തെറ്റാ പിന്നെ ആദ്യം തൊട്ടേ തുടങ്ങണം. അല്ലെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടൂലേ. ഹലോ ഉമ്മു, ഞാനടി സലാമാണ്. പറഞ്ഞോ, എന്താണ് വിശേഷങ്ങളൊക്കെ? എടി, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ, ഒക്കെ ശരിയാവും. നീ എന്തിനാടി പേടിക്കുന്നത്? നിനക്കൊരു മോളല്ലേ ഉള്ളൂ. പിന്നെ ഉമ്മു, കാട് കയറി ചിന്തിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കണ്ട. ദുആ ചെയ്യ്. ശരി.
സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ അവിടെ? ശരി, എന്നാ ഞാൻ വെച്ചേക്കട്ടെ. ഓക്കെ. എടി, ഇതെന്തൊരു ഇരിപ്പാ? ഈ ഇരുത്തത്തിന് എന്താ ഒരു കുഴപ്പം? ഈ ഉമ്മ എപ്പോഴും ഇങ്ങനെയാ, എന്താ ചെയ്താലും ഒരു കുറ്റം. ആ, അതൊക്കെ പോട്ടെ. ഇന്നലെ നിന്നെ കാണാവുന്ന ചെക്കൻ എന്താ ഒരു കുഴപ്പം? എന്താ നിന്റെ വിചാരം? നിനക്കായി സുൽത്താൻ വരൂന്നാ? ഇത്രയും കാലം പ്ലസ് ടു കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു. ഇനി നിനക്ക് എന്താ പറയാനുള്ളേ? പ്ലസ് ടു കഴിഞ്ഞ പിന്നെ ഡിഗ്രി അല്ലേ? അങ്ങനെയല്ലേ നാട്ടു നടപ്പ്. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി ലാളിച്ചതിന്റെ ശിക്ഷ. എല്ലാത്തിനും ഇല്ല ഒരു നേരവും കാലവും ഒക്കെ. എല്ലാം തന്നിഷ്ട. മറ്റുള്ളവർ പറയുന്നതനുസരിച്ചാ കുഴപ്പമൊന്നും പറ്റൂലല്ലോ. എടി, ഈ തറവാട്ടിൽ നിന്റെ പ്രായമാകുമ്പോ പെൺകുട്ടികൾ 2 വെറ്റിരിക്കും. എനിക്കിതാ തീരെ പിടിക്കാത്ത. എന്ത് പറഞ്ഞാലൊരു കൊഞ്ചിച്ച് വാപ്പ ഇളിയ കുട്ടിയെ വളർത്തിയതല്ലേ, അനുഭവിക്കട്ടെ. എന്താ ഉമ്മാക്ക്? എന്റെ പൊന്നുമ്മയല്ലേ, എന്റെ പൊന്നര ചക്കര ഉമ്മയല്ലേ. ഞാൻ കുറച്ചുകൂടി കാലം ഇവിടെ ഒന്ന് അടിച്ചു പൊളിച്ചു നടന്നോട്ടെ ഉമ്മ. ഇപ്പൊ തന്നെ കല്യാണപ്രായം കഴിഞ്ഞു. ഇനി എപ്പോഴാ മൂത്ത് നരച്ചിട്ടാ? നിനക്ക് പിന്നെ ദുനിയാവില് പുതിയാപ്പിളെ കിട്ടൂല. എനിക്ക് പുതിയാപ്പിളെ കിട്ടൂലായിരിക്കാം, പക്ഷേ മാളിയേക്കിലെ ഹൂറി ഉമ്മുകുൽസുന്റെ മൂക്കൊരു പുതിയാപ്പിളെ കിട്ടാണ്ടിരിക്കോ? പെണ്ണെ, അധികം കൊഞ്ചണ്ട. ഉമ്മയുടെ ഹസീനന്റെ കല്യാണത്തിന് അവളുടെ ഭർത്താവിന്റെ പെങ്ങൾ എന്നോട് ചോദിക്കുക, ഉമ്മ ചൂണ്ടിട്ട്, ഉമ്മ എന്റെ ഏട്ടത്തിയാണോന്ന്. ഒന്ന് പോടി. നിന്നെ പ്രസവിക്കുമ്പോ എനിക്ക് 13 വയസ്സ്. നിനക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ SSLC പരീക്ഷ എഴുതുന്നത്. പിന്നെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ ഞാനും പഠിച്ചില്ലേ. അതെ, അതെന്റെ വാപ്പാന്റെ നല്ല മനസ്സുകൊണ്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മാനെ പഠിക്കാൻ അയച്ചത്. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. എന്നാ മംഗലം കേൾക്കണം, നീ പഠിച്ചും കൊണ്ടിരുന്നോ. ക്യാരറ്റ് ആണെന്ന് കരുതി കർമുറാന്ന് തിന്നണ്ട. പച്ചമുളക് അവിടെ വെച്ചേ. അതെ ഉമ്മ, ഈ നൗറി ഉണ്ടല്ലോ, ക്യാരറ്റ് പോലെ തന്നെ പച്ചമുളകും കർമുറാ തിന്നും. എന്റെ ഉമ്മ കാണണോ? വേണ്ട. അതെന്താ? നിന്റെ കരച്ചില് കാണാൻ പറ്റാത്തോണ്ടാ. അയ്യേ, കരിയേ? ആര്? ഈ നൗറിയോ? കരയും. എന്നാ അതൊന്ന് കാണണമല്ലോ. നൗറി വേണ്ട, നിന്നോടാ വേണ്ടാന്ന് പറഞ്ഞ്. എന്നും ഈ 2 പച്ചമുളക് വെറും കഴിക്കുന്നതാണേ. കൃമിക്ക് നല്ലതാ. വേണേ നാളെ മുതൽ ഉമ്മയും കച്ചവടങ്ങിക്കോ. ഉമ്മയ്ക്കൊരു ഇച്ചിരി കൃമിന്റെ സൂക്കേടുള്ളതല്ലേ. വെള്ളം വേണോ നൗറി? എന്നും വെറുമേറ്റി ഈ 2 ദിവസം കഴിക്കുന്നല്ലേ, പിന്നെന്തായി മരണപ്രാളം? എനിക്കൊന്നല്ല ഉമ്മ, ഒക്കെ ഉമ്മക്ക് വെറുതെ തോന്നാ. നിന്ന് കരയാണ്ട് ഇതെടുത്ത് കഴിക്കേ. പുറത്താരാ വന്നെന്ന് നോക്കിയിട്ട് വരാം. കൂട്ടായല്ലോ, നിനക്ക് പറ്റിയ ആള് തന്നെ. അച്ചു, ബാ നമുക്ക് പോവാം. മാമാന്റെ പെങ്ങളായതുകൊണ്ട് പറയണതല്ല. എന്റെ ഉമ്മാന്റെ തലയിൽ ഒന്നുമില്ല, വെറും പേടാ. അല്ല, കൊഴപ്പൊന്നുമില്ല. ഞാനുള്ളോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണു. എന്താ ഉമ്മയായിട്ടൊരു ഉടക്ക്? ഉടക്കോ? ഞാനോ? ഉമ്മയായിട്ടോ? കണക്കായി പോയി. ഞങ്ങളെ മാമ ഫ്രണ്ട്സിനെ പോലെയാ. അല്ല, ഉടക്കിന്ന് ഉമ്മ പറഞ്ഞു. ഏയ്, ഉമ്മ പറഞ്ഞൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. നിങ്ങൾ കുറെ കാലായിട്ട് എന്നെ പറ്റിക്കുക. ഞാനോ? എന്താ മോളെ? മാമ എന്നെ
ദുബായ് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയോ? അതെന്റെ കുറ്റല്ല നൂറി. നിന്റെ ഉമ്മയും ബാപ്പയും നിന്നെ വിടും തോന്നുന്നുണ്ടോ? 2 ദിവസം എന്റെ കൂടെ വന്നു നിന്നാ ഇവിടെ എന്താ പുകില്? പിന്നല്ലേ ദുബായിൽ വിടുന്നത്. ഇക്ക പറഞ്ഞില്ലേ അവളോട്? ഇനി എന്താ നിന്റെ പരിപാടി? എനിക്ക് പഠിക്കണം. മംഗലം കഴിഞ്ഞാലും പഠിക്കാലോ. ഉമ്മു, നീ മംഗലം കഴിഞ്ഞ ശേഷമല്ല പഠിച്ചത്? ആ കഥയൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞതാ. 8 പെങ്ങന്മാർക്ക് ഒരേ ഒരു അങ്ങളയില്ല സലാം മാമ. എല്ലാ പെങ്ങന്മാർക്കും ആൺകുട്ടികള്. ഒരേ ഒരു പെൺകുട്ടിയല്ലേ ഞാൻ. ആ മരുമോളുടെ ഒരേ ഒരു ആശയല്ലേ അത് സാധിച്ചരൻ. എനിക്ക് ഒരേ ഒരു മാമയല്ലുള്ളൂ. പ്ലീസ് മാമ, പ്ലീസ്. ഞാൻ മാമയുടെ കുഞ്ഞു 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 മരുമോളല്ലേ, പ്ലീസ്. ഉമ്മു, ഓള് പഠിച്ചോട്ടടി. നീ സന്തോഷിച്ചോ? എന്റെ മനസ്സിന്റെ നീറ്റിൽ മനസ്സിലാവണമെങ്കിൽ നീ ഒരു ഉമ്മയാവണം. ഉമ്മ പൊര നിറഞ്ഞു നിൽക്കണ പെൺകുട്ടികളുള്ള ഉമ്മാന്റെ കൽവ് ആരും കാണൂല. അതാർക്കും അറിയൂല. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ വാപ്പ. മോള് പറയണേലപ്പുറം മൂപ്പർക്കൊന്നുമില്ല. മോള് പൈലറ്റ് ആവണമെന്ന് പറഞ്ഞാൽ അതിനും സമ്മതിക്കും. ഞാൻ വിചാരിച്ചു ഇക്കെങ്കിലും എന്നെ മനസ്സിലാക്കൂന്ന്. അതുണ്ടായില്ലല്ലോ. എന്താടി ഇത്? മാളികയിലെ കുട്ടികള് മൊഞ്ചില് മാത്രല്ല പഠിപ്പിലും മുമ്പന്തിലെത്തണം. ഇല്ലടി മോളെ? പിന്നല്ലാണ്ട്. ഞാൻ പറയണത് ഇവിടെ ആരും കേക്കില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടെന്താ? ഇവിടെ വാപ്പയ്ക്കല്ല ഒരു കളിതമാശയാ. എന്തു പറഞ്ഞാലും പറയും ഉമ്മു ഓള് കുട്ടിയല്ലേന്ന്. ഇപ്പൊതാ ഇക്കെ അതെന്നെയാ പറയണേ, ഓള് കുട്ടിയല്ലേന്ന്. എന്റെ മനസ്സിൽ ഓള് കുട്ടി എന്നെയാ. പക്ഷേ ടിവിയിലും പത്രത്തിലും ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ എന്റെ മനസ്സിൽ തീയാ. ഇപ്പോഴത്തെ കാലം അത്ര നല്ലല്ലോ. നീ സമാധാനിക്ക്, എല്ലാം അതിന്റെ വഴിക്ക് നടക്കും. പോട്ടടി മോളെ. വമ്പത്തിയായി വളർന്ന് മിടുക്കിയായി പഠിച്ച് പാസ്സാവുമ്പോഴേക്കും നിനക്ക് ഞാനൊരു സുൽത്താനെയും കൊണ്ട് വരണുണ്ട്. എത്തിയിട്ട് വിളിക്കാം. ഉമ്മാന്റെ സങ്കടം കാണുമ്പോ തോന്നും മാമ ആദ്യമായിട്ട് ദുബായിക്ക് പോവാന്നു. കൂടെ പുറപ്പോടെ പിരിയുമ്പോ സ്നേഹമുള്ളവർക്ക് നെഞ്ചുപിടയും. എനിക്കത് മനസ്സിലാവില്ല. നിന്റെ കൽബ് കരിങ്കല് മാതിരിയാ. ഇക്ക പോയപ്പോ ഒരിറ്റ് കണ്ണീര് പൊടിഞ്ഞോ നിന്റെ കണ്ണീന്ന്? പിന്നെ ഞാനും കരയാ ഉമ്മയോടൊപ്പം കോറസായിട്ട്. എന്റെ ഉമ്മ ഒരു പാവല്ലേ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പാവം.